കോഴിക്കോട് കോടഞ്ചേരിയിൽ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് റാഗിംഗ് നടന്നത്. പരിക്കേറ്റ +1 വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. 13ഓളം +2 വിദ്യാർത്ഥികൾ ചേർന്നാണ് മർദ്ദിച്ചത്. ആരോഗ്യമുള്ള കുട്ടിയായതുകൊണ്ടാണ് മരിച്ചു പോകാത്തതെന്ന് വിദ്യാർത്ഥിയുടെ അച്ഛൻ പറഞ്ഞു. സ്കൂളില് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഇവരുടെ പ്രായത്തിന്റെ ഒരു പരിഗണന ലഭിച്ചുകൊണ്ട് ചെറിയൊരു ശിക്ഷയില് ഒരാഴ്ച സസ്പെൻഷനും പിന്നീട് അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പഞ്ചായത്തിൽ അവർ ഒഴിവാക്കി വിടുക, കേസിലേക്ക് പോകാതെ. അതുകൊണ്ട് ഈ കുട്ടികൾ വീണ്ടും ഇങ്ങനെ അക്രമങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവണത ഉണ്ടാകുകയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് താമരശ്ശേരി പോലെയുള്ള സ്ഥലത്ത് അതുപോലെ ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ടും പഠിക്കാതെ ഈ പിള്ളേര് പിന്നെയും ഈ ഒരു കാര്യവുമില്ലാതെയാണ് ഈ അടിയുണ്ടാക്കുന്നത്. ഇത് തന്നെ ഇവനൊരു ആരോഗ്യമുള്ള ഇതായതുകൊണ്ട് ഇവൻ മരണപ്പെട്ടില്ല. അല്ലെങ്കിൽ അത്രയും പേര് ചേർന്നുള്ള ഇടിയില് ഇവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയത്. വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളിലേക്ക്. രതീഷ് വാസുദേവനുണ്ട് കോഴിക്കോട് നിന്നും. രതീഷ്, കോഴിക്കോട് നിന്നും നിരന്തരമായി ഇത്തരം വാർത്തകൾ ആവർത്തിക്കപ്പെടുന്നു. ഷഹബാസിനെ ഒന്നും നമ്മൾ മറന്നിട്ടില്ല. അതിനുശേഷവും നിരവധിയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം എന്നാണ് ഉണ്ടാകുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ് പുറത്തേക്കെത്തുന്നത്? സംഗീത, കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം. ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് മുഖം കഴിയുകയാണ് ഈ +1 വിദ്യാർത്ഥി. ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ 10-13 വിദ്യാർത്ഥികൾ ഇടിച്ചു കയറി കുട്ടിയെ മർദ്ദിക്കുന്നത്. നേരത്തെ കുട്ടിയുടെ പിതാവ് സംസാരിച്ചതുപോലെ ആരോഗ്യമുള്ളതായ കുട്ടിയായതുകൊണ്ട് തന്നെ മരിച്ചു പോയില്ല. ആ രീതിയിലാണ് മർദ്ദനം നടക്കുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് വലിയ ആശങ്കയുണ്ടാവും. ഷഹബാസിൽ നിന്ന് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. ആ ബഹളവും ഒക്കെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അക്രമത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതൊക്കെ മറക്കുന്നു എന്ന ചില ചോദ്യങ്ങൾ ഈ വിദ്യാർത്ഥിയുടെ പിതാവ് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. എന്തായാലും വലിയ തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. തുടർന്ന് അവശനായ വിദ്യാർത്ഥിയെ പിതാവിനെ വിളിച്ചാണ് സ്കൂൾ അധികൃതർ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തുടർന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വലിയ മർദ്ദനമേറ്റിട്ടുണ്ട്. എന്തായാലും സ്കൂൾ അധികൃതരും രക്ഷിതാവും താമരശ്ശേരി പോലീസിൽ നൽകിയ പരാതിയിൽ ആണ് ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും റാഗിംഗ് നടന്നു, അത്തരത്തിലാണ് കേസ് കൊടുത്തിട്ടുള്ളത്. സ്കൂൾ അധികൃതരും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ അത്യാവശ്യമായി ഇത്തരം അക്രമങ്ങൾ, ഈ കുട്ടിക്കൂട്ടങ്ങളുടെ ഇത്തരത്തിൽ വളരെ പ്രകോപനപരമായുള്ള ഈ അക്രമവാസന നിയന്ത്രിക്കാൻ എന്താണ് വലിയ തരത്തിൽ നേരത്തെ തുടർ കൗൺസിലിങ്ങിന്റെ സാധ്യതയൊക്കെ പറ്റി ആദ്യം ഈ ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച ഉയർന്നെങ്കിലും പിന്നീട് അത് ആലസ്യത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. വീണ്ടും ഇത്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഈ അക്രമം അരുത് എന്ന്. അത് തന്നെയാണ് ഈ അക്രമവും ഈ കുട്ടിയെ മർദ്ദിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വലിയ സങ്കടകരമായ കാര്യം ഷഹബാസിന്റെ ഓർമ്മകൾ നിൽക്കുമ്പോൾ തന്നെയാണ് ആ പ്രദേശങ്ങളിൽ തീർച്ചയായും രതീഷ്, ഈ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ അത്യാവശ്യം തന്നെയാണ്. എല്ലാ തലത്തിലും, കുടുംബ തലത്തിലും സ്കൂൾ തലത്തിലും വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടേണ്ടത് ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രതീഷ് വാസുദേവനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ എത്തിച്ചത്.